MG യൂണിവേഴ്സിറ്റിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 4th സെമസ്റ്ററിലെ ബികോം വിഷയമാണ്. ഇതിലെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തിയറിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. പ്രോബബിൾ എറർ എന്താണെന്നുള്ളതാണ് ഒന്നാമത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പ്രോബബിൾ എറർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ദാറ്റ് എസ്റ്റിമേറ്റ്സ് ദി എമൗണ്ട് ഓഫ് എറർ ഇൻ എ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഒരു കോറിലേഷൻ ഗുണാങ്കം കണ്ടുപിടിക്കുമ്പോൾ അതിൽ തെറ്റുപറ്റാനുള്ള സാധ്യത എത്രമാത്രമാണെന്ന് കണക്കാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അളവാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. പ്രോബബിൾ എറർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ദാറ്റ് എസ്റ്റിമേറ്റ്സ് ദി എമൗണ്ട് ഓഫ് എറർ ഇൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല. അത് ഈ സൂത്രവാക്യം ഉപയോഗിച്ചാണ് കണ്ടെത്തുക. പ്രോബബിൾ എറർ ഈസ് ഈക്വൽ ടു 0.6745 into 1 minus r square by root n, square root of n. ഇതാണ് നമ്മുടെ പ്രോബബിൾ എററിന്റെ ഫോർമുല. പഠിക്കേണ്ടതാണ്. 0.6745 into 1 minus r square by root n ആണ് പ്രോബബിൾ എററിന്റെ ഫോർമുല. അതുപോലെ തന്നെ വേർ ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് സ്മോൾ ലെറ്റർ r എന്ന് സപ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് ഈ ഫോർമുലയിൽ r എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ്, കോറിലേഷൻ ഗുണാങ്കം, ആൻഡ് n is the sample size. n എന്ന് പറയുന്നത് n നമ്പർ ആണ്. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോബബിൾ എറർ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ റിലയബിലിറ്റി ഓഫ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. നമ്മൾ കണ്ടെത്തിയ കോറിലേഷൻ കോഎഫിഷ്യന്റ്, നമുക്കറിയാം കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ എപ്പോഴും +1നും -1നും ഇടയിലായിരിക്കും. 0 ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ കിട്ടുന്നതെങ്കിൽ കോറിലേഷൻ ഒന്നും നിലവിലില്ല, എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല എന്ന് പറയേണ്ടി വരും. അപ്പം കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ നമ്മൾ കണ്ടെത്തിയ ഉത്തരത്തിന് എത്രമാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, ആശ്രയിക്കാം, എത്രത്തോളം വിശ്വസനീയമാണ് ആ ഉത്തരം, ആ കണക്ക് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധനയാണ് പ്രോബബിൾ എറർ കണ്ടെത്തൽ. അതുപോലെ തന്നെ ചില ഈ ക്വസ്റ്റ്യൻ പ്രോബബിൾ എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ പ്രോബബിൾ എറർ പോലെ തന്നെ മറ്റൊരു ചോദ്യവും വരാം, സ്റ്റാൻഡേർഡ് എറർ എന്താണെന്ന്. ഈ ഫോർമുലയിൽ വലിയ വ്യത്യാസമില്ല. 0.6745 എന്നുള്ള ഭാഗം ഒഴിവാക്കണം. പ്രോബബിൾ എററിന്റെ ഫോർമുലയിൽ 0.6745 എന്ന ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം പറയുമ്പോൾ സ്റ്റാൻഡേർഡ് എററിന്റെ ഫോർമുലയായി. അപ്പൊ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു 1 minus r square by root n എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. സ്ക്വയർ റൂട്ട് ഓഫ് n എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. അതേസമയം ഇത് പ്രോബബിൾ എററിന്റെ ഫോർമുല ആണെങ്കിൽ അവിടെ എന്തുകൂടി ചേർക്കണമായിരുന്നു? 0.6745 എന്ന് മുൻപിൽ ചേർക്കണമായിരുന്നു. എന്നിട്ട് 0.6745 into 1 minus r square by root n എന്ന് എഴുതാൽ പ്രോബബിൾ എററിന്റെ ഫോർമുലയായി. സ്റ്റാൻഡേർഡ് എററിൽ ആ 0.6745 എന്ന സംഖ്യ ചേർക്കേണ്ടതില്ല. ഇനി റാങ്ക് കോറിലേഷൻ, സ്പിയർമാന്റെ റാങ്ക് കോറിലേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് എ നോൺ പാരാമെട്രിക് മെഷർ ഓഫ് റാങ്ക് കോറിലേഷൻ. റാങ്ക് കോറിലേഷന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള അളവ് പോലാണ് സ്പിയർമാന്റെ. അവിടെ സംഖ്യ ഉപയോഗിച്ചല്ല, റാങ്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോറിലേഷൻ കണക്കാക്കുന്നത് എന്നർത്ഥം. അതായത് it assesses how well the relationship between two variables can be described using a monotonic function. എങ്ങനെ നന്നായിട്ട് രണ്ട് ചരങ്ങൾ എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് റാങ്കുകൾ ഉപയോഗിച്ച്, അവയുടെ വെയിറ്റേജിനനുസരിച്ചാണല്ലോ റാങ്കുകൾ നൽകുന്നത്, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ നന്നായി അത് പറയാൻ സാധിക്കും, അവതരിപ്പിക്കാൻ സാധിക്കും എന്നതാണ് അത് ശ്രദ്ധിക്കുന്നത്. സോ റാങ്ക് റിലേഷനെ ആക്ച്വലി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ക്യാപിറ്റൽ ലെറ്റർ R ആണ്. R സ്പിയർമാന്റെ റാങ്ക് റിലേഷൻ. R ഈസ് ഈക്വൽ ടു 1 minus 6 sigma d square divided by n into n square minus 1 എന്നതാണ് റാങ്ക് കോറിലേഷന്റെ ഫോർമുല. അത് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. റാങ്ക് 1, റാങ്ക് 2 എന്നിവ തന്നിട്ടുമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും നോക്കുക, അത് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റുമായി ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള തിയറി ക്വസ്റ്റ്യൻ ആണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുക എന്ന് പറഞ്ഞിരിക്കുന്നു. റാങ്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം തന്നിരിക്കുന്നതിൽ റാങ്ക് 1, റാങ്ക് 2 എന്ന് തന്നിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും റാങ്ക് കോറിലേഷൻ ആണ് കാണേണ്ടതെന്ന് വളരെ ക്ലിയർ ആണ്. അപ്പോൾ അത് അവിടെ പ്രത്യേകിച്ച് റാങ്ക് കോറിലേഷൻ കാണുക എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി അവിടെ തന്നിരിക്കുന്നത് റാങ്കുകളാണ്, അല്ലാണ്ട് ഒബ്സർവേഷൻസ് എക്സും വൈയും വേരിയബിൾസും അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്പിയർമാന്റെ ഈ ഫോർമുല ഉപയോഗിച്ച് തന്നെ നമുക്ക് റാങ്ക് കോറിലേഷൻ കാണണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കാണുക? ഫോർമുല R ഈക്വൽ ടു 1 minus 6 sigma d square divided by n into n square minus 1 അപ്പോൾ എന്ന രീതിയിൽ എഴുതിയിട്ട് നമ്മൾ റാങ്ക് കോറിലേഷൻ കാണുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ കാണാനുള്ള വഴി എന്ന് പറയുന്നത്. അതായത് റാങ്കുകൾ 1 ഉം 2 അറിയാലോ. അപ്പൊ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്, ഒരു D കോളം കണ്ടുപിടിക്കുക.
ഡിഫറൻസിന്റെ കോളത്തിനെ സ്ക്വയർ ചെയ്യുക. എന്തിനാണ് സ്ക്വയർ ചെയ്യുന്നത് നമുക്കറിയാം. നെഗറ്റീവ് വാല്യൂസ് ഒക്കെ പോയി അതെല്ലാം പോസിറ്റീവ് വാല്യൂയിലേക്ക് എത്താനാണ് സ്ക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജഡ്ജ് കൊടുത്ത റാങ്കും രണ്ടാമത്തെ ജഡ്ജ് കൊടുത്ത റാങ്കും തമ്മിൽ വ്യത്യാസമുണ്ട്. 1ഉം 2ഉമാണ്. അപ്പോൾ 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസമാണ് ഡിഫറൻസ് ആണ് ഡി കോളത്തിൽ എഴുതേണ്ടത് -1. 4 3 തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ എഴുതേണ്ടത് +1. 3 - 4 ചെയ്യുമ്പോൾ -1. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആൻസർ വരും എന്നുള്ള അറിയാമല്ലോ. അത് തന്നെയാണ് ആദ്യം ഇവിടെ 1ൽ നിന്ന് 2 കുറച്ചപ്പോൾ -1 വന്നത്. ഇനി 2ൽ നിന്ന് ഓർക്കുമ്പോൾ പോസിറ്റീവ്. അപ്പൊ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞു. ഡിഫറൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ. ഇനി അതിനെ എല്ലാത്തിനും ഡി കോളത്തിന് സ്ക്വയർ ചെയ്യുന്നതാണ് ഡി സ്ക്വയർ കോളം എന്ന് പറയുന്നത്. ഡി സ്ക്വയർ കോളം കണ്ടു. അതായത് -1ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ -1 ഇൻറ്റു -1 ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് കിട്ടുക. ഇതെല്ലാം സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഇനി ഡി സ്ക്വയറിന്റെ സിഗ്മ കാണാം. സിഗ്മ ഡി സ്ക്വയർ എങ്ങനെയാണ്? അതായത് 1 2 3 4 4ഉം കൂടി കൂട്ടിയെടുത്താൽ സിഗ്മ എന്ന് പറഞ്ഞാൽ കൂട്ടിയെടുക്കലാണല്ലോ. ഡി സ്ക്വയറിന്റെ കോളം കൂട്ടിയെടുക്കുന്നതാണ് സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ 4 നേടി. നമ്മുടെ ഫോർമുലയിൽ സിഗ്മ ഡി സ്ക്വയർ ആവശ്യമുണ്ട് റാങ്ക് കോറിലേഷന്റെ ഫോർമുല അല്ലേ. ഒരു 6 ഓൾറെഡി ഫോർമുലയിലുള്ളതാണ്. അത് ഇത് തന്നെ 1 - 6 സിഗ്മ ഡി സ്ക്വയർ എന്നുള്ളടത്ത് അവിടെ 4 സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ 4 അപ്ലൈ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. 1 2 3 4 4 ഉണ്ട്. 4 ഇൻറ്റു 4 സ്ക്വയർ -1 n ഇൻറ്റു n സ്ക്വയർ -1 എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പൊ n-ന്റെ വാല്യൂ 4 ആയതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും 4 എന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? ഉത്തരം 1 - 6 4 24 ആണ്. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 സ്ക്വയർ എത്ര 16 അല്ലേ. 16 - 1 16 - 1 എത്രയാണ് നമുക്കറിയാം 15 ആണ് അല്ലേ. അപ്പൊ 15നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 15 60 ആണ്. ചുരുക്കി പറഞ്ഞു ഞാൻ ഫോർമുല ഈ ഘട്ടത്തിലേക്ക് എത്തി. R = സ്മോൾ ലെറ്റർ r കോറിലേഷൻ കോഎഫിഷ്യന്റ് is equal to 1 - 24 divided by 60 എന്ന് കിട്ടി. പക്ഷെ 1 ആദ്യം തന്നെ 1 നിന്ന് കുറയ്ക്കാനൊന്നും പാടില്ല. 24/60 ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ഉത്തരത്തെയാണ് 1 നിന്ന് കുറയ്ക്കേണ്ടത്. 24/60 ചെയ്തപ്പോൾ നമുക്ക് 0.4 കിട്ടി. ഓക്കെ. 1 - 0.4 ചെയ്ത് അത്ര കിട്ടുക. 1ൽ നിന്ന് 0.4 അതായത് 1 രൂപയിൽ നിന്ന് 40 പൈസ പോയാൽ 60 പൈസ എന്ന് പറയുന്ന പോലെ 1ൽ നിന്ന് 0.4 പോയാൽ 0.6 എന്ന രീതിയിൽ കിട്ടുന്നു. സോ കൊറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വാല്യൂ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് 0.6 എന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും അല്ലെ. റാങ്ക് കോറിലേഷൻ മെത്തേഡാണ് ഉപയോഗിച്ചത്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ റിഗ്രഷൻ? റിഗ്രഷൻ എന്താണ്? റിഗ്രഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസിന്റെ ബന്ധം പറയാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. കൊറിലേഷൻ ആണെങ്കിൽ കൃത്യം 2 വേരിയബിൾ തമ്മിലുള്ള ബന്ധമാണ് പറയുക അല്ലെ. എന്നാൽ ഇത് എന്താണ്? റിഗ്രഷൻ രണ്ടോ അതിലധികമോ വേരിയബിൾ തമ്മിലുള്ള ബന്ധം പറയാൻ സാധിക്കുന്നു. റിഗ്രഷന്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ predict or estimate the value of continuous outcome variable based on the more predictable variables. അതായത് മോഡലുകളാണ്. ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, ഐഡന്റിഫൈങ് പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്. ഇതൊക്കെ അതിന്റെ ഗുണങ്ങളാണ് റിഗ്രഷന്റെ. അനലൈസ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഓൺ ഡിപെൻഡന്റ് വേരിയബിൾ. ഇപ്പോൾ പ്രൈസും ഡിമാൻഡും 2 വേരിയബിൾസാണ്. പ്രൈസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പ്രൈസ് പോകുന്നതിനനുസരിച്ച് ഡിമാൻഡ് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഡിമാൻഡ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളാണ്, ആശ്രയിക്കുന്ന ആശ്രിത ചരമാണ്. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇമ്പാക്ട് ഡിപ്പെൻഡന്റ് വേരിയബിളിന് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വിശകലനം ചെയ്യാൻ നമുക്ക് ഈ റിഗ്രഷൻ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അതായത് വിലകൾ പോലുള്ളവയുടെ കയറ്റം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ചോദനത്തിൽ ഡിമാൻഡിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് വിശകലനം ചെയ്യുവാൻ അനലൈസ് ചെയ്യുവാൻ നമുക്ക് വേണമെങ്കിൽ റിഗ്രഷന്റെ കണക്കുകൾ ഉപയോഗിക്കാം. പലതരം റിഗ്രഷൻ ഉണ്ട്. ലീനിയർ റിഗ്രഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്, നോൺ ലീനിയർ റിഗ്രഷൻ ഉണ്ട്. ലീനിയർ എന്ന് വെച്ചാൽ നേർരേഖയാണ്, മറ്റേ നേർരേഖ അല്ലാത്തതിനപ്പം നോൺ ലീനിയർ എന്ന് പറയണം. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബഹുമുഖം എന്നൊക്കെ പറയാം. മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്. അതേസമയം സിമ്പിൾ റിഗ്രഷനും ഉണ്ട്, പാർഷ്യൽ റിഗ്രഷനും ഉണ്ട്. അപ്പൊ പലതരം റിഗ്രഷനുകൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ തരംതിരിക്കുന്ന രീതി അനുസരിച്ച് കൃത്യമായ സയന്റിഫിക്കായി പറയുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് എങ്ങനെയാണ്, അതിന്റെ പ്രൊപ്പോർഷൻ ചേഞ്ചിനനുസരിച്ച് അതിനെ ലീനിയർ നോൺ ലീനിയർ എന്ന് തിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ വേരിയബിൾസിന്റെ എണ്ണം കൂടുന്നോ കുറയുന്നോ ഒരെണ്ണമോ ഉള്ളോ എന്നുള്ളതിനനുസരിച്ച് സിമ്പിൾ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ, പാർഷ്യൽ റിഗ്രഷൻ ഇങ്ങനെയൊക്കെ തിരിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 5 തരം റിഗ്രഷനുകൾ മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ലീനിയർ, നോൺ ലീനിയർ, പിന്നെ സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ. ഇനി എന്തിനൊക്കെ ഉപയോഗിക്കാം റിഗ്രഷന്റെ കണക്ക്? ഫോർകാസ്റ്റിങ്ങിന്, പ്രവചനത്തിന്, ഡാറ്റ അനാലിസിസിന്, പ്രെഡിക്റ്റീവ് മോഡലിങ്ങിന്, ഐഡന്റിഫൈയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നതിന്. അതുപോലെ റിഗ്രഷൻ അനാലിസിസ് വൈഡ്ലി യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ്സ്. പല മേഖലകളിൽ റിഗ്രഷൻ അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാം, ഇൻക്ലൂഡിംഗ് എക്കണോമിക്സ്, ഫിനാൻസ്, മെഡിസിൻ, സോഷ്യൽ സയൻസ്, ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ്. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കാനും പ്രവചനം നടത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്?
എന്നൊരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാൻ പരീക്ഷിക്കും. ദ ലൈൻ ഓഫ് റിഗ്രഷൻ ഈസ് കോൾഡ് ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ലൈൻ ഓഫ് റിഗ്രഷനെ പറയുന്ന മറ്റൊരു പേരാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ബിക്കോസ് ഇറ്റ് മിനിമൈസസ് ദ സം ഓഫ് ദ സ്ക്വയർഡ് റൂട്ട്സ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് ഡാറ്റ പോയിന്റ്സ് ആൻഡ് ദ പ്രെഡിക്റ്റഡ് വാല്യൂസ്. നമ്മൾ ഒബ്സർവ് ചെയ്ത ഡാറ്റ പോയിന്റ്സും പ്രെഡിക്റ്റ് ചെയ്ത ഡാറ്റ പോയിന്റ്സും തമ്മിലുള്ള സ്ക്വയർഡ് റൂട്ട്സിന്റെ സമ്മ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഏറ്റവും കുറഞ്ഞ വാല്യൂവിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത്. മിനിമൈസ് ദ ഡീവിയേഷൻസ്, വ്യതിയാനങ്ങൾ കുറയുന്നു. ഇറ്റ് റെഡ്യൂസസ് ദ ഓവറോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡാറ്റ പോയിന്റ്സ് ആൻഡ് ദ ലൈൻ. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ പോയിന്റ്സും നമ്മൾ ട്രെൻഡ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ലൈനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. മാക്സിമൈസസ് ഫിറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും കൃത്യതയാർന്ന ഒരു അവതരണമാണ് റിഗ്രഷൻ അവതരണം എന്ന് പറയാം. The line of best fit is calculated using methods like ordinary least square, method of least square പോലുള്ള രീതികൾ ഉപയോഗിച്ച് നമുക്ക് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് കണ്ടെത്താവുന്നതാണ്. which ensures the line is optimal for predicting outcomes. ഫലങ്ങൾ പ്രവചിക്കാൻ, ഭാവി ഫലങ്ങൾ പ്രവചിക്കാൻ ഈ ലൈൻ നമ്മളെ സഹായിക്കും എന്ന് കരുതുന്നു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ റിഗ്രഷൻ ആൻഡ് കൊറിലേഷൻ. റിഗ്രഷനും കൊറിലേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്, സാമ്യമുണ്ട്. എന്താണ് റിഗ്രഷൻ കൊറിലേഷൻ? നമ്മുടെ വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കൊറിലേഷൻ സി എന്ന് എഴുതിയിരിക്കുന്ന കൊറിലേഷൻ ആണ്, ആർ എന്ന് എഴുതിയിരിക്കുന്ന റിഗ്രഷൻ ആണ്. കൊറിലേഷൻ മെഷേഴ്സ് റിലേഷൻഷിപ്പ് ഓഫ് സ്ട്രെങ്ത്. വേരിയബിൾസ് തമ്മിലുള്ള എത്രമാത്രം സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണ്, ആ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ആണെന്നോ ചെക്ക് ചെയ്യുന്നത് കൊറിലേഷനിൽ. എങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് റിലേഷൻഷിപ്പ്. വേരിയബിൾസ് തമ്മിലുള്ള ആവറേജ് റിലേഷൻഷിപ്പിനെയാണ് ചെക്ക് ചെയ്യുന്നത്. കൊറിലേഷൻ ഹാസ് വൺ കോഎഫിഷ്യന്റ്. കൊറിലേഷനിൽ ഒറ്റ കോഎഫിഷ്യന്റേ ഉള്ളൂ, ഒറ്റ ഗുണാങ്കമേ ഉള്ളൂ. ഏതാണ്? സ്മോൾ ലെറ്റർ ആർ. അതായത് പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയിലായി, പോസിറ്റീവ് ഒന്നിനും നെഗറ്റീവ് ഒന്നിനും ഇടയിലുള്ള ആ ഒരു സംഖ്യ. എന്നാൽ റിഗ്രഷനിൽ അങ്ങനെയല്ല, രണ്ട് കോഎഫിഷ്യന്റുകൾ ഉത്തരമായിട്ട് കിട്ടാം. അതായത് ബി എക്സ് വൈയും ബി വൈ എക്സും. ഇനി കൊറിലേഷൻ ഈസ് എ റിലേറ്റീവ് മെഷർ. കൊറിലേഷൻ എന്ന് പറയുന്ന ഒരു ആപേക്ഷികമായ അളവാണെങ്കിൽ റിഗ്രഷൻ ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ. മൂന്നാമത്തത് കൊറിലേഷൻ ലിമിറ്റഡ് ഫോർ ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ്. കൊറിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ട്രീറ്റ്മെന്റിനെ പരിമിതപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ റിഗ്രഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ സ്റ്റഡീസ്. കൂടുതൽ ഗണിതീയമായ പഠനങ്ങൾക്ക് സഹായകമാണ് റിഗ്രഷൻ. പക്ഷേ കൊറിലേഷൻ അങ്ങനെ ആ ചെയ്ത കൊറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക എന്നോടുകൂടി തീർന്നു. അതുപയോഗിച്ചിട്ട് പിന്നെയും പുതിയൊരു ഗണിതശാസ്ത്ര പ്രവർത്തനം നടത്താനായിട്ട് നമുക്ക് ചിലപ്പോൾ കൊറിലേഷൻ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ വിപുലമായ പഠന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ സാധ്യതയുള്ളത് റിഗ്രഷനാണ് കൊറിലേഷനെ അപേക്ഷിച്ച്. ഇനി കൊറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് മാക്സിമം വാല്യൂ പോസിറ്റീവ് എണ്ണിനും നെഗറ്റീവ് എണ്ണിനും ഇടയിലാണ്. 0 വന്നു കഴിഞ്ഞാൽ കൊറിലേഷൻ ഇല്ല എന്നർത്ഥം. സോ റിഗ്രഷൻ അങ്ങനെയല്ല. റിഗ്രഷൻ ക്യാൻ എക്സീഡ് 1, ഇറ്റ്സ് മാക്സിമം വാല്യൂ 1 വരാം. പക്ഷേ രണ്ട് വേരിയബിൾസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് 1ന് മുകളിൽ പോകാൻ സാധ്യതയുള്ളൂ. മറ്റേ ബി എക്സ് വൈയോ 1ന് മുകളിൽ കൂടുതലാണെങ്കിൽ ബി വൈ എക്സ് 1ൽ കുറവായിരിക്കും. ബോത്ത് വിൽ നെവർ എക്സീഡ് 1 ഓർ യൂണിറ്റി അറ്റ് ദ സെയിം ടൈം. ഈ രണ്ട് ബി എക്സ് വൈയും ബി വൈ എക്സും ഒരേ സമയം ഈ യൂണിറ്റിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോകില്ല. എവിടെ? റിഗ്രഷനിൽ. ഇതാണ് വ്യത്യാസം. പക്ഷെ കൊറിലേഷനിൽ എന്തായാലും കൊറിലേഷന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം അത് പോസിറ്റീവ് ഒന്നിനും നെഗറ്റീവ് ഒന്നിനും ഇടയിലുള്ള ഒരു ചെറിയ സംഖ്യ അല്ലെങ്കിൽ പൂജ്യമൊക്കെ ആയിരിക്കാമെന്ന്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ കൊറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. കൊറിലേഷനും റിഗ്രഷനും അനാലിസിസ് തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിന്റെ വ്യത്യാസമുണ്ട്. കൊറിലേഷൻ മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. റിഗ്രഷൻ ആണെങ്കിലോ ആവറേജ് റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് മെഷേഴ്സ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. കോഎഫിഷ്യന്റ് കാര്യം നോക്കാം. റിഗ്രഷനില് കൊറിലേഷനില് 1 കോഎഫിഷ്യന്റ് സ്മോൾ ലെറ്റർ ആർ ദാറ്റ് മെഷേഴ്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ലീനിയർ റിലേഷൻഷിപ്പ്. റിഗ്രഷനില് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന രണ്ടെണ്ണമുണ്ട്, ബി എക്സ് വൈ ഉണ്ട്, ബി വൈ എക്സും ഉണ്ട്. അത് മെഷർ ചെയ്യുന്ന ഇറ്റ് മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ ദ 1 വേരിയബിൾ ഫോർ യൂണിറ്റ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. ഇനി കൊറിലേഷന്റെ വേറൊരു മൂന്നാമത്തെ പ്രത്യേകത റിലേറ്റീവ് മെഷർ ആണെന്നുള്ളതാണ്. മെഷേഴ്സ് ദ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആപേക്ഷികമായിട്ടുള്ള ബന്ധത്തെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മൂന്നാമത്തെ വ്യത്യാസം റിഗ്രഷനിൽ വരുമ്പോൾ അബ്സല്യൂട്ട് മെഷർ ആണെന്നുള്ളതാണ്. കൊറിലേഷൻ റിലേറ്റീവ് മെഷർ ആകുമ്പോൾ റിഗ്രഷൻ അബ്സല്യൂട്ട് മെഷർ ആണ്. ഇറ്റ് മെഷേഴ്സ് ദ അബ്സല്യൂട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ക്യാൻ ഹാൻഡിൽ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്സ്. നാലാമത്തെ പ്രത്യേകത കൊറിലേഷൻ ഈസ് ലിമിറ്റഡ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. കൂടുതൽ പഠനങ്ങൾക്ക് അത്ര സഹായകരമല്ല. എന്നാൽ റിഗ്രഷൻ ആവട്ടെ കൂടുതൽ പഠനങ്ങൾക്ക് സഹായകരമാണ് എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ പ്രത്യേകത നമുക്കറിയാം, കൊറിലേഷൻ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വണ്ണിനും പോസിറ്റീവ് വണ്ണിനും ഇടയിലാണെങ്കിൽ റിഗ്രഷന് അങ്ങനെ വാല്യൂ യൂണിറ്റിയെ ക്രോസ് ചെയ്യില്ല, 1നെ ക്രോസ് ചെയ്ത് പോകില്ല എന്നൊന്നുമില്ല. 1ന് ബി എക്സ് വൈ ഏതെങ്കിലും ഒന്ന് 1നെ ക്രോസ് ചെയ്ത് പോകാം. അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ എന്നാണ്. ഇൻഡെക്സ് നമ്പറിനെ നമുക്ക് വെയ്റ്റഡ് എന്നും അൺവെയ്റ്റഡ് എന്നും തിരിക്കാം. വെയ്റ്റഡിന് തന്നെ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ഉണ്ട്, വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡും ഉണ്ട്.
അൺവെയ്റ്റഡിന് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് ഉണ്ട്, സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡും ഉണ്ട്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ നോക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി ആണ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ആണ് അൺവെയ്റ്റഡ്.